സാധാരണഗതിയിൽ കോടതിയിൽ സുപ്രധാനപ്പെട്ട വിധികളൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. കോടതി ജഡ്ജി ഒരു വാക്കാൽ പറയും, ഇതാണ് വിധി പ്രസ്താവം എന്ന് പറയും. പിന്നീട് വിശദമായ റിപ്പോർട്ട്, വിധി പകർപ്പ് ലഭിച്ച ശേഷം മാത്രമേ ഇതിനകത്ത് എങ്ങനെ കോടതി എന്തൊക്കെയാണ് ഫൈൻഡ് ചെയ്തിട്ടുള്ളതെന്ന് പൊതുജനത്തിനും അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടറൊക്കെ ഇറങ്ങി വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുക. ഇത് കോടതി മുറിയിലുണ്ടായിരുന്ന എല്ലാ ആളുകളും, കോടതി ഷാരോൺ രാജിൻ്റെ പിതാവിനെ, കുടുംബാംഗങ്ങളെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു, വിധി കേൾക്കണം. അതുമാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിരുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിരുന്നു. ഈ ഏകദേശം 36 കോടതി തുടങ്ങി ആദ്യം തന്നെ ഈ കേസെടുത്തു, വിധി പറയാൻ വെച്ചു. 36 മിനിറ്റ് എടുത്ത് കോടതി ഈ വിധി പകർപ്പ് വായിച്ചു. ഓരോ കുറ്റവും തെളിയിക്കപ്പെട്ട രീതി, ആദ്യം മുക്തകണ്ഠം പ്രശംസ, പോലീസിനും പ്രോസിക്യൂഷനും മുക്തകണ്ഠം പ്രശംസ. ഇങ്ങനെ വളരെ ലാഘവത്തോടുകൂടി തെളിവുകൾ ഒന്നും ലഭ്യമല്ല, ദൃക്സാക്ഷികളില്ല, വിഷം കഴിച്ചതിന് വിഷാംശം ഒന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ, ഈ സാഹചര്യങ്ങളൊക്കെ മറികടന്ന് പോലീസിൻ്റെ അന്വേഷണ മികവാണ് ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കി ഈ പ്രതിയെ നിയമത്തിന് മുന്നിലെത്തിച്ച് ഇങ്ങനെ ഒരു കുറ്റം ഈ പ്രതി ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷനും പോലീസും വിജയിച്ചു. അതിന് അവരെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ടാണ് കോടതി വിധി പ്രസ്താവന നടത്തിയത്. വിധി പ്രസ്താവന എങ്ങനെയാണ്? ബ്രില്യൻ്റ് ആൻഡ് ബ്രൂട്ടൽ മർഡർ, അതായത് വളരെ മനോഹരമായി, വളരെയധികം ആസൂത്രിതമായി ചെയ്ത കൊലപാതകമാണിത്. എന്നിട്ട് പറഞ്ഞു, വധശ്രമത്തിന്, ആദ്യത്തെ ജ്യൂസ് ചലഞ്ച് വേണമെങ്കിൽ വധശ്രമത്തിന് കേസെടുക്കാവുന്നതാണ്, വധശ്രമത്തിന് ശിക്ഷ വിധിക്കാവുന്നതാണ്. പക്ഷേ പ്രോസിക്യൂഷൻ അങ്ങനെ പറയുന്നില്ല. പ്രോസിക്യൂഷൻ ആ ജ്യൂസ് ചലഞ്ചിനെ കണ്ടത് ഇവൾ പ്ലാനിങ്ങുമായിട്ടാണ്. അതായത് ഈ വിഷം കൊടുത്ത് കൊല്ലുക എന്ന പദ്ധതിയുടെ ഭാഗമായി ആദ്യം നടത്തിയ പരീക്ഷണം ആണ്. അതൊരു ബേസ് പോയിന്റ് വെച്ചിട്ടാണ് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിച്ചിരിക്കുന്നത്. അതിനെ പോലീസ് ഒരു വധശ്രമമായി കണ്ടിരുന്നുവെങ്കിൽ, വധശ്രമമായി അതുകൂടി കുറ്റം ഈ പ്രതിയിൽ ആരോപിച്ചിരുന്നുവെങ്കിൽ ആ കുറ്റവും കൃത്യമായി തെളിയിക്കപ്പെടുമായിരുന്നു. കാരണം അതിന് വീഡിയോ എവിഡൻസ് ഉള്ളതാണ്. തെളിയിക്കപ്പെടുമായിരുന്നു, അതിനും ശിക്ഷിക്കാമായിരുന്നു എന്ന് കോടതി പറയുന്നുണ്ട്. ഈ പെൺകുട്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്ത കാര്യങ്ങൾ, ഗൂഗിളിൽ സെർച്ച് ചെയ്തത് അത് വളരെ വലിയ നിർണായകമായ തെളിവായിരുന്നു. പാരാക്വിറ്റിൻ എന്ന കളനാശിനിയെക്കുറിച്ച് അത് 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേപ്പറായി പോകും, ബാഷ്പീകരിച്ചു പോകും, അല്ലെങ്കിൽ വിസർജിത്തുള്ള ആ വിഷത്തിൻ്റെ അംശം പോകും. പോരാത്തതിന് ഷാരോൺ രാജിന് 3 തവണ ഡയാലിസിസിന് വിധേയനാക്കിയിരുന്നു. അപ്പോൾ രക്തം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ രക്തത്തിൽ നിന്ന് ഒരിക്കലും വിഷാംശം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതൊക്കെ കൃത്യമായി ഈ പ്രതി മനസ്സിലാക്കിയിരുന്നു. സെർച്ച് ചെയ്ത് കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാണ് കളനാശിനി സംഘടിപ്പിച്ച് കളനാശിനി ഈ കഷായത്തിൽ കലർത്തി ഷാരോൺ രാജിനെ കുടിപ്പിക്കുന്നത്. ഷാരോൺ രാജിനും ഈ ഗ്രീഷ്മയും ഒക്ടോബർ 14 തീയതി, അതായത് 2022 ഒക്ടോബർ 14 ഗ്രീഷ്മയുടെ വീട്ടിൽ 20 മിനിറ്റോളമാണ് ഷാരോൺ രാജ് ചെലവഴിച്ചത്. അത് സുഹൃത്തിനോട് പറഞ്ഞത് റെക്കോർഡ് ബുക്ക് വാങ്ങാൻ പോകുന്നുവെന്നാണ്. പക്ഷേ ആ ഒക്ടോബർ 13 തീയതി രാത്രിയും അതിന് മുമ്പുള്ള ദിവസങ്ങളിലും അച്ഛനമ്മമാർ 14 തീയതി വീട്ടിൽ കാണില്ല, ഷാരോൺ രാജ് വരണം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് പ്രലോഭിപ്പിച്ച് അന്നേ ദിവസം പകൽ പോലും 14 തീയതി പോലും വരുന്നില്ല, വണ്ടിയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച ഷാരോൺ രാജിനെ ആരുടെയെങ്കിലും വണ്ടിയിൽ കയറി വരണം എന്ന് പറഞ്ഞ് പ്രലോഭനത്തിൽ വീഴ്ത്തി. അതുമാത്രമല്ല, ഈ സംഭാഷണത്തിലുടനീളം ഞാനൊരു കഷായം കുടിക്കുന്നുണ്ട്, അത് ഭയങ്കര കയ്പാണ്, നമുക്ക് നീ ഒന്ന് കുടിച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞ് ആ കഷായം കുടിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ കുടിക്കാനുള്ള ഒരു പ്രേരണ, ഒരു ചലഞ്ചായി ഏറ്റെടുത്ത് ചെയ്യാനുള്ള പ്രേരണ വരെ ഈ ഷാരോൺ രാജിൽ ജനിപ്പിച്ച ശേഷമാണ് ഷാരോൺ രാജിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ഇതെല്ലാം ഡിജിറ്റൽ എവിഡൻസിലുണ്ട്. പിന്നെ ഷാരോണിൻ്റെ സുഹൃത്താണ് ഈ ഷാരോണിനെ അന്നേ ദിവസം ഈ ഗ്രീഷ്മയുടെ വീട്ടിൽ എത്തിക്കുന്നത്. അപ്പോൾ ആ സുഹൃത്തിൻ്റെ മൊഴി നിർണായകമായി. കാരണം ഗ്രീഷ്മയുടെ വീട്ടിൽ വളരെ സന്തോഷത്തോടുകൂടി ആരോഗ്യത്തോടെയും കടന്നു കയറിപ്പോയ ഇയാൾ തിരിച്ചിറങ്ങി വരുമ്പോൾ ഛർദ്ദിച്ചുകൊണ്ടാണ് വരുന്നത്, നീല നിറത്തിൽ ഛർദ്ദിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ പറഞ്ഞു, അവിടെ നിന്നൊരു കഷായം കുടിച്ചു, അതായിരിക്കും. അങ്ങനെ ആ സുഹൃത്തിൻ്റെ മൊഴി നിർണായകമായി. കാരണം കഷായം കുടിപ്പിച്ചു എന്നതിന് തെളിവായി. അങ്ങനെ ഓരോ തെളിവുകൾ, ജ്യൂസ് കടയിൽ പോയി മൊഴിയെടുത്തു. ആ ജ്യൂസ് കടക്കാരൻ കൃത്യമായി കോടതിയിൽ സാക്ഷിമൊഴി നൽകി. അതുപോലെ ആയുർവേദ പൊടി വാങ്ങി കഷായം വാങ്ങി എന്ന് പറഞ്ഞ് അവിടെ പോയി അങ്ങനെ ഒരു കഷായം അവിടെ വിട്ടിട്ടില്ല, അങ്ങനെ റെഫറൻസ് ഇല്ല എന്ന് ആ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞത്, ആ കടക്കാരൻ പറഞ്ഞത്. പിന്നെ കളനാശിനി, നിർമ്മലകുമാരൻ നായർ കർഷകനാണ്, അയാളുടെ തോട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയ കളനാശിനിയാണ്, അതിന് തെളിവ് കിട്ടി. കളനാശിനി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയിൽ, ഒഡീഷയിലെ കമ്പനിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ പോയി. അവിടെ പോയിട്ട് കൃത്യമായി അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, പ്രതിപ്രവർത്തനം എങ്ങനെയാണ്, ശരീരത്തിനുള്ളിൽ കടന്നാൽ ഇതെങ്ങനെ ഒക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായി പഠിച്ചു, മനസ്സിലാക്കി, അതെല്ലാം രേഖപ്പെടുത്തി. അങ്ങനെ ശാസ്ത്രീയമായ അന്വേഷണം, കൃത്യമായ മൊബൈൽ ഡിവൈസിൽ, അതായത് ഈ ഗ്രീഷ്മ
ഷാരോണിൻ്റെ മൊബൈലിൽ ഗ്രീഷ്മ അയച്ച സന്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഗ്രീഷ്മയുടെ വീഡിയോസ് ഉണ്ടായിരുന്നു, ചിത്രങ്ങളുണ്ടായിരുന്നു, ചാറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഷീമോനാണ് ആദ്യം കണ്ടെത്തുന്നതും പിന്നെ അത് പോലീസിന് സമർപ്പിച്ചു. എന്നാൽ ഇതെല്ലാം ഷാരോൺ ആശുപത്രി കിടക്കയിലായപ്പോൾ തന്നെ ഗ്രീഷ്മ തൻ്റെ മൊബൈലിലുണ്ടായിരുന്ന ചാറ്റും വീഡിയോസും അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് രക്ഷപ്പെട്ടു. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് കരുതിയിരിക്കുകയായിരുന്നു. പക്ഷേ ഫോറൻസിക് ലബോറട്ടറിയിൽ ഈ അന്വേഷണ സംഘം പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഈ ചാറ്റൊക്കെ വീണ്ടെടുത്തിട്ട് അത് തെളിവുകളായി കോടതിയിൽ ബോധിപ്പിച്ചു. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജൻ്റെ മൊഴി, അതുപോലെ ഷാരോണിനെ പരിശോധിച്ച ഡോക്ടർമാരുടെ മൊഴി, ഷാരോണിനെ ഡയാലിസിസ് ചെയ്ത ഡോക്ടറുടെ മൊഴി, ഇങ്ങനെ എല്ലാ ഡോക്ടേഴ്സിൻ്റെ മൊഴിയും എല്ലാം ഒത്തു വന്നപ്പോൾ അത് കൃത്യമായി പ്രോസിക്യൂഷന് കോടതിയിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞു എന്നതാണ് ഈ കേസിൻ്റെ മെരിറ്റ്. ആ കേസിൻ്റെ മെരിറ്റ് വെച്ചിട്ടാണ് പ്രായം പരിഗണിക്കുന്നില്ല. പ്രായം എന്താണ്? ഈ ഷാരോണിനും ഇതേ പ്രായമാണ്, ഒരു 24 വയസ്സ് തന്നെയാണ് ഷാരോണിനും. അങ്ങനെ നിഷ്കളങ്കനായ ഒരു പയ്യനെ, ഒരു ചെറുപ്പക്കാരനെ ഇല്ലായ്മ ചെയ്യാൻ നാളുകൾ നീണ്ട ആസൂത്രണവും അന്വേഷണവും നടത്തി കൃത്യമായി പ്ലാൻ ചെയ്ത് വീട്ടിൽ വിളിച്ചു വരുത്തി വിഷം കൊടുത്ത് കൊന്നു. അതിന് വധശിക്ഷയാണ് വിധിച്ചത്. വധശിക്ഷയും 2 ലക്ഷം രൂപ പിഴയും. മറ്റൊന്ന് തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. പിന്നെ എന്താണ്? തെളിവ് നശിപ്പിക്കൽ, വഞ്ചന, അതിനൊക്കെയും അതെല്ലാം ആ 4 കുറ്റങ്ങളും ഗ്രീഷ്മ ചെയ്തുവെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് പോലീസിനായി അതിനുള്ള തെളിവുകൾ ഹാജരാക്കാനായി അത് തന്നെ കോടതി പോലീസിനെ പ്രശംസിക്കുകയും കൃത്യമായ വിധിയിലൂടെ സമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകാനും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിക്ക് കഴിഞ്ഞു. ജഡ്ജി എം ബഷീറിന് കഴിഞ്ഞു എന്നതിൽ ഒരു തർക്കവുമില്ല. കോടതിയെയും പോലീസിനെയും പ്രോസിക്യൂഷനെയും അഭിനന്ദിക്കുക എന്ന് പറയുന്നത് കുറവായി പോവും. അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ഈ അവസരത്തിൽ യോഗനാഥം ന്യൂസ്.